യാത്ര ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ലല്ലോ അല്ലേ? നമ്മുടെ മനസ്സിൽ പതിയാത്ത കാഴ്ചകളിലേക്ക് എഴുത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയ ഒരു എഴുത്തുകാരൻ നമുക്കുണ്ടായിരുന്നു. സഞ്ചാരങ്ങളെ സാഹിത്യത്തിലൂടെ വർണ്ണിച്ച എഴുത്തുകാരൻ. യാത്രകളെ വർണ്ണിക്കുമ്പോൾ കാണാത്ത സ്ഥലങ്ങളെല്ലാം കണ്ട അനുഭൂതി നമ്മളിൽ ജനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാജിക്. യാത്രകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചെടികൾക്കും ഒക്കെ ഇടമുണ്ടെന്ന് പ്രകടമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും. ഇന്ന് നമ്മൾ ഈ കാണുന്ന യാത്രാ വിവരണ സാഹിത്യങ്ങളുടെ എല്ലാം തുടക്കക്കാരൻ അദ്ദേഹമാണ്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ. ഞാൻ ഈ രണ്ട് പേരും പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഞാനിത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അതെ, പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് തന്നെയാണ്. മലയാള സാഹിത്യത്തിലെ കഥയുടെ രാജശില്പിയായാണ് നമ്മൾ അദ്ദേഹത്തെ വാഴ്ത്താറുള്ളത് അല്ലേ? യാത്രയേക്കാൾ ഓരോ ദേശത്തും എസ്.കെ. പൊറ്റക്കാട് കണ്ടെത്തിയത് തൻ്റേതായൊരു പുതുമയായിട്ടാണ്. എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും യാത്രയൊക്കെ പോകാൻ തോന്നും. പക്ഷേ നമ്മുടെ കാലാവസ്ഥ കൂടിയൊക്കെ പരിഗണിക്കണം. ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ന് എസ്.കെ. പൊറ്റക്കാടിൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഹലോ മലയാളത്തിൻ്റെ പുതിയ വാർത്താ പ്രഭാതം ഇവിടെ തുടങ്ങുന്നത്. അതിരു കാണാത്ത യാത്രയാണെങ്കിലും മധുരമാണ് എനിക്ക് എന്നും ഈ ജീവിതം. ജീവിതം പലപ്പോഴും ചെറുതാണെന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ അത് വലിയൊരു യാത്രയാണല്ലേ? നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതും സങ്കടമുണ്ടാക്കുന്നതും പല പാഠങ്ങൾ പഠിക്കുന്നതും പലരെയും കണ്ടുമുട്ടുന്നതും ഒക്കെ ആ ചെറിയ ജീവിതത്തിലെ വലിയ യാത്രയിലാണ്. ഈ യാത്ര അവസാനിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അത്രയും ഈ യാത്ര ഇങ്ങനെ അങ്ങ് തുടരും. അത് ആസ്വദിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന പ്രവർത്തികളായിരിക്കും ഈ യാത്രയെ അത്രമേൽ മനോഹരമാക്കുന്നത്. ആ യാത്രയിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും തുടർന്നുള്ള യാത്രകൾക്ക് കാരണമാകുന്നത്. ആ യാത്രയിൽ മനസ്സിലാക്കുന്ന തെറ്റുകളായിരിക്കും തുടർന്നുള്ള യാത്രകൾ മധുരമുള്ളതാക്കുന്നത്.